ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഖാദി ഓണം റിബേറ്റ് മേള ആലപ്പുഴയിൽ തുടങ്ങി. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കേന്ദ്ര ഓഫീസിലാണ് മേള നടക്കുന്നത്. ആഗസ്റ്റ് 25 സമാപിക്കും. മറ്റന്നാൾ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ 11 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. മേളയിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്ട്രേഷൻ ശനിയാഴ്ച നടക്കും. മിനിമം +2 യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ള ITI, ഡിപ്ലോമ, ബിരുദ, PG ഉദ്യോഗാർത്ഥികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം. ഒറ്റത്തവണ രജിസ്ട്രേഷനിലൂടെ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തുള്ള തൊഴിലവസരങ്ങളും ലഭിക്കും. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഹിയറിംഗ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സെന്റ് മേരീസ് LPS പ്രധാനാധ്യാപിക സോണിയ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സും സാധാരണക്കാരുടെ ജീവനോപാധിയുമാണ് ഭാഗ്യക്കുറിയെന്ന് മുൻ മന്ത്രി G. സുധാകരൻ MLA പറഞ്ഞു. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മുന്നോട്ട് വച്ച വിജയകരമായ പദ്ധതിയാണ് ലോട്ടറി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ AD തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ ആദ്യ ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ VS അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല മുഹമ്മയിലെ ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനക്കളരിയിൽ ഗുരുദേവ ദർശന പഠന പരിപാടി സംഘടിപ്പിച്ചു. ബിൻസി സനൽ തുറവൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷത വഹിച്ചു. ബേബി പാപ്പാളിൽ, പൊന്നാമളി ശ്യാംകുമാർ, പത്മജ ബാലസുബ്രഹ്മണ്യം തുടങ്ങിയവർ സംസാരിച്ചു. BJP കാർത്തിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ശിബിരം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M. മഹേഷ് അധ്യക്ഷത വഹിച്ചു. KS വിനോദ്, പ്രണവം ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഫോറൻസിക് സർജനെ നിയമിച്ച് ഉത്തരവായി. കായംകുളം MLA മന്ത്രി M. ലിജുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ നിയമനം. ഇനി മുതൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താം. നേരത്തെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കായംകുളംകാർ ആശ്രയിച്ചിരുന്നത്. ചേർത്തലയിൽ ജപ്പാൻ കുടിവെള്ള വിതരണത്തിന്റെ പൈപ്പ് പൊട്ടൽ പതിവായി മാറി. അടുത്തിടെ പൂച്ചാക്കലിലെ പാണാവള്ളി പഞ്ചായത്തിലാണ് പൈപ്പ് പൊട്ടിയത്. ഇതേ തുടർന്ന് അരൂക്കുറ്റി, പാണാവള്ളി, പെരുമ്പള്ളം എന്നീ പഞ്ചായത്തുകളിൽ 2 ദിവസമായി കുടിവെള്ളം ലഭിക്കുന്നില്ല. ചേർത്തലയിലെ കഞ്ഞിക്കുടിയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെയും നന്നാക്കിയിട്ടില്ല. ദേശീയപാത പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും ജപ്പാൻ കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നുണ്ട്. തകരാറുകൾ കൃത്യസമയത്ത് പരിഹരിക്കാത്തതിനാൽ മിക്കയിടങ്ങളിലും കുടിവെള്ളം പതിവായി മുടങ്ങുന്നു. അഴിമുഖങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘ് BMS ആലപ്പുഴ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഹാർബറുകളുടെയും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് MD ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റായി M. സന്തോഷ് കുമാറിനെ തെരഞ്ഞെടുത്തു. ആലപ്പുഴ സെന്റ് ജോസഫ് വനിതാ കോളേജിന് സ്വയംഭരണ പദവി ലഭിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ, AD തോമസ് MLA, ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.